നമസ്കാരം. ഓർമ്മയിലെന്നും ജയൻ പരമ്പരയുടെ 2ാം ലക്കത്തിലേക്ക് സ്വാഗതം. അനശ്വരം എന്ന വാക്ക് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പലരുടെയും പേരിനൊപ്പം ഉപയോഗിക്കാറുണ്ടെങ്കിലും ആ പേരൊരു പക്ഷേ ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്നത് ജയൻ എന്ന ഈ നടന്റെ പേരിനോട് ചേർത്ത് വായിക്കുമ്പോഴാണ്. അനശ്വരമായ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുന്നു. ചേട്ടാ നമസ്കാരം. ഞങ്ങള് 6 വർഷം എന്ന് പറയുന്ന വളരെ ചെറിയ സ്പാനിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ഹീറോ 45 വർഷങ്ങൾക്ക് ഇപ്പുറം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നു. ആ എപ്പിസോഡിൽ ഇങ്ങനെ നമ്മൾ പോകുമ്പം കോളിളക്കം എന്ന് പറയുന്ന ചിത്രത്തിൽ എത്തി നിൽക്കുന്നു. കോളിളക്കത്തെ കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ശശിനൊപ്പം വർക്ക് ചെയ്ത ഫസ്റ്റ് സിനിമ ഏതാണ്? എനിക്കറിയാൻ തോന്നുന്നു ഈ ആലപ്പി അഷ്റഫൊക്കെ ഡബ് ചെയ്ത അഷ്റഫൊക്കെ വിളിച്ചോണ്ട് പോയത് ശശിനല്ലേ? അതെ, ഞാൻ ആദ്യം ജയനോട് വർക്ക് ചെയ്യുന്നത് ആദ്യ പാഠം അടൂർ ഭാസി സംവിധാനം ചെയ്ത് കമലഹാസൻ ശ്രീദേവിയൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ ഉണ്ട്. ഞാനുണ്ട് അതില്. അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അത് ശരിക്കും പി എൻ സുന്ദരമാണ് എൻ്റെ ക്യാമറമാൻ. അതുപോലെ സാറിനെ ഇത് സഹായിക്കുന്നത് പി എൻ സുന്ദരൻ സാറായിരുന്നു. അങ്ങനെയാണ് രണ്ടാമത്തെ അതേ കമ്പനിയുടെ 2ാമത്തെ സിനിമയും പി എൻ സുന്ദരൻ ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് അതിൽ കൂടിയാണ്. അപ്പം അതിലൊരു ഈ നേരത്തെ ഇവിടെ ഒക്കെ സംസാരിച്ചതുപോലെ തന്നെ ചെറിയ വില്ലനാ, ഒരു നായികയുടെ അമ്മയുടെ ബ്രദർ, ഇങ്ങനെയുള്ള ചെറിയ വില്ലൻ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു 3 വർഷം. ഇപ്പം 77 റിലീസായത്. 77 തുടക്കത്തിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. 77 റിലീസ് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് ഒത്തിരി പടങ്ങൾ ചെയ്തു. അതാണ് ഒരു 3 വർഷക്കാലം എന്ന് പറയുന്നത് കൂടെ ചെയ്യാൻ കഴിഞ്ഞു. അതിന് തുടർച്ചയായിട്ട് അതേ പ്രൊഡ്യൂസർ പടം തന്നെ ആവേശം, അങ്കക്കുറി, കോളിളക്കം, അതിലെല്ലാം ഞാനാണ് എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. ഹരിഹരൻ, സി വി ഹരിഹരൻ, സുഗുണ സ്ക്രീൻ, അതാണ് എൻ്റെ ബാനർ. ശരിക്കും പറയുകയാണെങ്കിൽ ദുഃഖമാണ്, എങ്കിലും പറയാണ് ഈ കോളിളക്കത്തിലുള്ള ഒരു 90% ആൾക്കാരും മരിച്ചുപോയി എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യം. അന്നത്തെ ഒരു മൾട്ടി സ്റ്റാർ ഫിലിമാണ് അത്. ആക്ച്വലി കോളിളക്കം ഒരു ഹിന്ദി പടമാണ്. വക്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. വക്ത് എന്ന് പറഞ്ഞ 65 ഇറങ്ങിയ സിനിമ. ആ സിനിമയുടെ അതിന്റെ ഒരു റീമേക്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സ്റ്റാർസ് വേണമായിരുന്നു അതിനകത്ത്. ഇതിനകത്ത് തന്നെ നമുക്ക് എടുത്തു പറയത്തൊക്കെ ഒത്തിരി പേരുണ്ടല്ലോ. സോമൻ, സുകുമാരൻ, അങ്ങനത്തെ ടോപ്പ് ആൾക്കാരുണ്ട്. എം എൻ നമ്പ്യാർ. എന്റെ ബാല്യത്തിൽ ഈ പടങ്ങൾ എന്ന് പറയുന്നതെല്ലാം ഒരു മാസമൊന്നും അല്ലല്ലോ ഒരു സിനിമ. ഇത് A ക്ലാസ്സിൽ കളിച്ച് B ക്ലാസ്സിൽ കളിച്ച് അടുത്ത കൊല്ലമൊക്കെ വന്ന് തിയേറ്ററിൽ കളിക്കുന്ന പടമുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ കഥകൾ കേട്ടാണ് സിനിമയിൽ അങ്ങനെ സംഭവിച്ചു, ഇത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് വന്നൊരിടത്തു നിന്നാണ് ഇത്രയും കാലം 45 വർഷത്തിനപ്പുറം നമ്മൾക്ക് ഇത്രയും പ്രസക്തിയോടെ ഒരാളെ പറ്റി നമ്മൾ ഓർക്കുന്നതും സംസാരിക്കുന്നതും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള സുഹൃത്തായ സംവിധായകൻ ചന്ദ്രകുമാർ സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു. എൻ്റെ ആദ്യത്തെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മനസ്സൂരുമായിൽ തൊട്ട് 7-8 സിനിമകളിൽ കണ്ടിന്യൂസ് ആയി ജയനുണ്ടായിരുന്നു. അതിൽ സൂപ്പർ ഹിറ്റായ പടങ്ങളായിരുന്നു ദീപവും തടവറയും. ജയൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എന്തും വളരെ ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു നടനായിരുന്നു. കാരണം ഞാൻ തടവറ 100 കുതിരകളെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജയൻ 2 കൈയും വിട്ട് കുതിരപ്പുറത്ത് പോകുമ്പോൾ ഞാൻ കുതിരയുടെ അടിയിൽ കാലിൻ്റെ ഇടയിൽ ക്യാമറ വെച്ച് കെട്ടിയിട്ട് എന്നെ തൂക്കിയിരുന്നു, ഒരു ബെഡ്ഷീറ്റിൽ കെട്ടി തൂക്കിയിട്ട്. അപ്പോൾ ജയൻ പറയുന്നു, സാർ ധൈര്യമായി വന്നോ, ഞാനാണ് ഓടിക്കുന്നത്, ഒന്നും സംഭവിക്കില്ല, വരണം സാർ, ധൈര്യമായി ഷൂട്ട് ചെയ്യണം സാർ. പറഞ്ഞിട്ട് ആന്തക്കുട്ടൻ്റെ ക്യാമറമാൻ അവൻ പറഞ്ഞു, ഞാൻ കാലിൻ്റെ ഇടയിൽ ഒന്നും കിടക്കില്ല, എനിക്ക് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടെന്ന്. അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ കാലിൻ്റെ ഇടയിൽ കയറി ആ കുതിരയുടെ കാലിൻ്റെ ഇടയിൽ കെട്ടി തൂങ്ങി കിടന്ന് ഒരുപാട് ഷോട്ട്സ് എടുത്തിരുന്നു. അപ്പോൾ ജയൻ തരുന്ന ധൈര്യമായിരുന്നു ഞാനതൊക്കെ ചെയ്തത്. എനിക്ക് ഞാൻ ബോൾഡായി തന്നെ ജയനിലൂടെയായിരുന്നു. ജയനായിരുന്നു. അപ്പം ജയൻ പക്ഷെ അത്ര കൂടുതൽ റിസ്ക് എടുക്കുന്നു. ആ റിസ്ക് എടുത്തതായിരുന്നു ജയന് പറ്റിയ അബദ്ധം. ജയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുറേ വലിയ വലിയ സിനിമകൾ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ നിർഭാഗ്യം എന്ന് പറയണം, സാധിച്ചില്ല. പിന്നെ എൻ്റെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ജയൻ ഏത് സിനിമയിലും എന്ത് സാഹസിക രംഗം വന്നാലും ബുള്ളറ്റ് വേണം പറഞ്ഞാൽ ചന്ദ്രൻ സാറുടെ ബുള്ളറ്റ് മതി, അതാണ് എനിക്ക് രാശി എന്ന് പറഞ്ഞ് എൻ്റെ ബുള്ളറ്റ് കൊണ്ടുപോയി പുഴയിലും വെള്ളത്തിലും പാലത്തിനും പോകണം, താഴത്തേക്കൊക്കെ എടുത്തിടും, ചാടിക്കും. പിന്നെയും സർവീസ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന് തരും. പിന്നെയും അടുത്ത സാർ ആ ബുള്ളറ്റിൽ നിന്ന് വേണം, ഇന്നൊരു ഷൂട്ടുണ്ട്. അത്ര ബന്ധങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ. നമ്മൾ വിചാരിക്കാത്തടത്തോളം അത്ര അസൂയപ്പെടുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജേട്ടനെ നഷ്ടപ്പെട്ടത്. ആ ജേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഇപ്പോഴും
വളരെ വേദനയോടുകൂടി മാത്രമേ ജയനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. അതുമല്ല, അന്ന് ഹെലികോപ്റ്ററൊക്കെ ഇന്ന് പോലും മലയാള സിനിമയിൽ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ പോപ്പുലർ അല്ല. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പോപ്പുലർ അല്ല. ഇപ്പോൾ നമ്മള് പാടായത് ഇപ്പം 2018 ഇറങ്ങുമ്പോഴും CG ചെയ്തിട്ടും ആർട്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഒറിജിനൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അന്ന് എത്ര നേരം എടുത്താൽ എത്ര ദിവസത്തേക്കാണ് ഹെലികോപ്റ്ററൊക്കെ നിങ്ങൾ റെന്റിനൊക്കെ എടുക്കുന്നത്? ഹെലികോപ്റ്റർ മണിക്കൂറിനാണ് അതിന്റെ വാടക നിശ്ചയിച്ചിരുന്നത്. വലിയ എമൗണ്ടാണ് എന്താ പറഞ്ഞാലും. അപ്പൊ ഈ അത് പ്രവർത്തിക്കുന്ന മണിക്കൂറും പിന്നെ ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ലോറിയിലാണ് കൊണ്ടുവന്നത്. ഹെലികോപ്റ്റർ അതെങ്ങനെ ഇത് പറപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും? അല്ല, പറപ്പിച്ച് ഇത്രയും ദൂരം പറക്കൂല. ഈ അന്നത്തെ ഒരു ടെക്നോളജി വളർന്നിട്ടില്ലാത്ത ഒരു സമയത്തുള്ള ഒരു ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ, ഈ ഹെലികോപ്റ്റർ നമുക്കൊന്നും അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് പറയണ ഹെലികോപ്റ്ററിനെ പറ്റി. ഈ തുരിശടിക്കാനായിട്ട് കേരളത്തിൽ വരും. ഇത് എവിടുന്നാ വരുന്നത്? മുംബൈ, ബോംബെയിലുള്ളതാ. അപ്പോ അവിടെ മാത്രമേ ഉള്ളൂ. ഇത് ഹിന്ദി പടത്തില് ഇതേ ഹെലികോപ്റ്റർ ദേവാനന്ദന്റെ പടത്തില് അങ്ങനെ 1-2 പടത്തിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടായിരിക്കണം ഈ ഒരു ഐഡിയ അതിന്റെ നമ്മളെ സ്റ്റണ്ട് മാസ്റ്റർ പിൽക്കാലത്ത് ഇതിന്റെ മറ്റേ പെപ്സിയുടെ പ്രസിഡന്റ് ആയിരുന്ന വിജയൻ. അപ്പൊ അദ്ദേഹം ആണ് നമ്മളോട് പറയുന്നത് ഹെലികോപ്റ്റർ എടുക്കാം, നമുക്കൊരു ഹെലികോപ്റ്റർ വെച്ചെടുക്കാം. അത് മലയാള സിനിമയിൽ ഇന്ന് വരെ വന്നിട്ടില്ല. മലയാള സിനിമയിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടില്ല. അത് ജയൻ എന്ന് പറയുന്ന നടൻ കൂടി ആവുമ്പോ അത് പുള്ളി നമ്മളോട് എപ്പിസോഡൊക്കെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഞാനുണ്ടായിരുന്ന ആ ഡിസ്കഷനിൽ സംവിധായകൻ, പ്രൊഡ്യൂസർ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സാർ ഇപ്പൊ അന്ത ഹെലികോപ്റ്റർ വന്ന് നിൽக்கிறேன். அப்போ இந்த സുകുമാരൻ കൂട്ടുற ബൈക്കിൽ കടകടകടകടാ പോയിട്ട് ഇருக்கு. ഇങ്ങനത്തെ ഒരു ഇതൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ്. ഇതിനിടയിൽ ഞാൻ ചോദിക്കുന്നത്, ഈ ഹെലികോപ്റ്റർ ബോംബെന്ന് ചെന്നൈ വരെ പറക്കാൻ പറ്റില്ല അല്ലേ? അതിന്റെ ഫ്യൂവല് തീരും. ഇത്രയും ദൂരം പറ്റില്ല. അതുകൊണ്ട് ഇത് ഡിസ്മാൻഡിൽ ചെയ്ത് ലോറിക്ക് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യും. അഞ്ചെട്ട് ടെക്നീഷ്യൻസ് ഉണ്ട്. അതില് 2 പേരെ കണ്ടാണ് ലോറിയിൽ വരുന്നത്. ബാക്കി എല്ലാരും ട്രെയിനിൽ വരും. ട്രെയിനിൽ വന്ന് ഇവിടെ വന്ന് നമ്മൾ ഹോട്ടലിൽ അക്കോമഡേഷൻ കൊടുത്ത് അത് കഴിഞ്ഞ് ഇതെവിടെ ഷൂട്ടാണോ ആ ഷൂട്ടിന് അവരൊരു 2 മണിക്കൂറിന് 3 മണിക്കൂറിന് മുമ്പ് അവിടെ എത്തും. എന്നിട്ട് അവിടെ അസംബിൾ ചെയ്യും. ഈ ഒരു കോളിളക്കത്തിലെ ഫൈറ്റിന്, ക്ലൈമാക്സ് ഫൈറ്റിന് എത്ര ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ള? 3 ദിവസം. 3 ദിവസം ഈ ഫൈറ്റ് എടുക്കുന്നത്. അതിൽ എത്രാമത്തെ ദിവസമാണ് ഇത് സംഭവിച്ചത്? ഇത് ആദ്യത്തെ ദിവസം സംഭവിച്ചു. ഫസ്റ്റ് ദിവസം തന്നെ സംഭവിച്ചു. എന്നിട്ട് പോലും അതിനകത്ത് ഇത്രയും ഫൈറ്റ് ബാക്കി കിടന്നു. നമ്മൾ കാണുന്ന പടത്തിൽ മാനിപ്പുലേറ്റീവ്, അവസാനം മാനിപ്പുലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. വേറെ ഫൈറ്റൊക്കെ വേറെയുള്ള സ്ഥലത്തൊക്കെ എടുത്തതെല്ലാം ജോയിൻ ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത. പിന്നെ ഹെലികോപ്റ്ററിന്റെ ഒരു മിനിയേച്ചർ ചെയ്യേണ്ടി വന്നു അവസാനം. കാരണം ഇത് നമ്മള് സിനിമയില് ആ കൊള്ളക്കം എന്ന സിനിമ കാണുമ്പോ അറിയാം. ഇവിടെ അത് പൊട്ടിത്തെറിക്കുന്ന തീ ഇങ്ങനെ പണ്ടുന്നതാണ് അവിടെ ഇങ്ങനെ കാണിക്കുന്നു. ഇവിടെ ഇത് ആക്ച്വലി അവിടെ എഴുതി കാണിക്കും. ഇവിടെയാണ് ജയൻ അങ്ങനെ ആ സിനിമ എഴുതി കാണിക്കുന്നുണ്ട്. അത് ആക്ച്വലി ആ പൊട്ടിത്തെറിക്കുന്ന അതെടുത്തതെല്ലാം മിനിയേച്ചറാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ വായിച്ചിട്ടുള്ള അറിവാണ്, കേട്ടിട്ടുള്ളതാണ്. ഈ ഡയറക്ടർ ഒരു തവണ ഓക്കെ പറഞ്ഞ ശേഷമാണിത് വീണ്ടും. ഒരു തവണ 3 തവണ. അത് 3 തവണ ഷൂട്ട് ചെയ്തു ഈ എപ്പിസോഡ്. അത് അതിന് മുൻപുള്ള കുറെ ഇതൊക്കെ ചെയ്തു. അതായത് ഇതൊരു ഹെലികോപ്റ്റർ ഒരു 10 മീറ്ററിന് മേലെ സ്റ്റഡി ആയിട്ട് നിൽക്കും. അത് 10 മിനിറ്റേ നിൽക്കുള്ളൂ. ആ സമയം കൊണ്ട് സ്ട്രഗിളിങ്ങും ഇതെല്ലാം ചെയ്യും. അപ്പൊ താഴെ കൈവിട്ടാലും ഇവിടുത്തെ ദൂരം കുറവാണ്, 10 മീറ്റർ അല്ലേ ഉള്ളൂ. പ്ലസ് ബെഡ് കാർഡ്ബോർഡ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അവർ സ്റ്റണ്ടുകാരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് കുറെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഇത് പറന്നു പോയി തിരിച്ച് വന്ന് തൂക്കി പോകുന്ന ആദ്യത്തെ ഷോട്ടാണ് ആക്ച്വലി അതിന്റെ ആ എപ്പിസോഡിൽ. അതെടുക്കാനായിട്ടാണ് ഇത്. അപ്പൊ ഏതാണ്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ 11:30-12 ആയി ഷൂട്ട് തുടങ്ങും രാവിലെ. അത് പറഞ്ഞു വന്നാൽ അതൊരു കഥയാണ്. ഇത് നടക്കാൻ പാടില്ലാത്തതായിരുന്നു നടന്നത്. ഇത് 6 മണിക്ക് എല്ലാം അസംബിൾ ആവണം. 7 മണി 7 മണിക്ക് ഷൂട്ടിങ് തുടങ്ങിയാലേ ഇത് തീരത്തുള്ളൂ. അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന് ഇങ്ങനെ വാടക ഇങ്ങനെ മീറ്റർ കയറുന്ന കയറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് കാരണം നമ്മളെല്ലാരും എല്ലാം റെഡി ആയിരിക്കാൻ പറഞ്ഞു. അപ്പൊ 4 മണിക്കൊക്കെ റെഡിയായി. ഞാൻ ആദ്യം എണീറ്റ്, പ്രൊഡക്ഷൻ കൺട്രോളറാണല്ലോ, ആദ്യം എണീറ്റ് എല്ലാം റെഡിയായി.
വെളിയിലോട്ട് വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് കോരിച്ചൊരിയുന്ന മഴ. ഓ, അപ്പൊ തന്നെ ഞാൻ മനസ്സിൽ കരുതി കുഴഞ്ഞു. നോക്കാം എന്ന് വിചാരിച്ച് 1 മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്തു. 5 മണിയായി, മഴ നിൽക്കുന്നില്ല. 6 മണിയായി, മഴ നിൽക്കുന്നില്ല. ഞാൻ ഒരു 5 മണിയായപ്പം നിർമ്മാതാവിൻ്റെ ഡോറിൽ തട്ടി ഉണർത്തി പറഞ്ഞു, ഇങ്ങനെയാണ്, മഴ പെയ്യുന്നുണ്ട്, ഇന്നത്തെ നടക്കുന്ന ലക്ഷണം കാണുന്നില്ല, അതേപോലെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ അവിടെ നമ്മളെ ചേച്ചിനും താമസിക്കുന്നതിൻ്റെ അടുത്ത് കയ്യപ്പൻകൂലുണ്ട്, മാലികപുരം. അപ്പോൾ അവിടെ ഗണപതിയുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്തു, എൻ്റെ ഒരു അസിസ്റ്റന്റിനെ വിളിച്ചിട്ട്, എനിക്ക് അവിടെ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, അവിടെ പോയി ഒരു 11 തേങ്ങ അടിച്ചിട്ട് പോകും. ഷോലാവരം കുറച്ച് ദൂരമല്ലേ? ഷോലാവർ 40 കിലോമീറ്റർ ആണല്ലോ. അവിടെ റേസ് നടക്കുക, കാർ റേസ് ഒക്കെ അവിടെയാണ് നടക്കുന്നത് സാധാരണ. ഷോലാവരം റേസ് എന്ന് പറയും അവര്. അത് ഈ സെക്കൻഡ് വേൾഡ് വാറിന് വേണ്ടിയിട്ടേ അന്ന് ഈ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാനായിട്ട് താൽക്കാലികമായി നിർമ്മിച്ച ഒരു പാഡാണ്. ഉള്ളി ഇതാൻ വേണ്ടി മാത്രം, യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടി മാത്രം. അതാണ് ബാലൻസ് തെറ്റിയതാണോ ജയേട്ടന്? അതായത് ഈ 3 പ്രാവശ്യം ഇതെടുത്ത്, 4ാമത്തെ പ്രാവശ്യം. അപ്പൊ ഇതിന്റെ ഒരു സീൻ എങ്ങനെയെന്ന് വെച്ചാല്, സുകുമാരന്റെ ബൈക്കില് വില്ലനായ നമ്മളെ ബാലങ്കേ നായർ പെട്ടിയും കൊണ്ട് ഹെലികോപ്റ്റർ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഹെലികോപ്റ്റർ പൊങ്ങുന്നത്. ആ പൊങ്ങുന്ന സമയത്താണ് ഇവരവിടെ എത്തുന്നതും ഈ ബൈക്കിലെത്തും. ബൈക്ക് ഇതിന്റെ കൂടെ ചേസ് ചെയ്ത് പോയിട്ട് ബൈക്കിൽ എണീറ്റ് നിന്നിട്ട് ഹെലികോപ്റ്ററിൽ ചാടി പിടിക്കുന്നതാണ്. എന്നിട്ട് അയാളെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് അതിൻ്റെ ഒരു ഇതാണ്. ആ ഷോട്ടാണ് എടുക്കുന്നത്. അത് പിടിക്കുന്നതിന് മുമ്പ്, ഈ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ്, ഞാൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ദൃക്സാക്ഷി പറയാൻ പറ്റുന്നു. ഈ അതിൻ്റെ പൈലറ്റ് സമ്പത്ത് എന്ന് പറയുന്ന ആള് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും ഡയറക്ടറുടെ അടുത്തും കൂടെ കോ-ആർട്ടിസ്റ്റ് ബാലങ്കേ നായരുടെ അടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കൃത്യമായി അനുസരിക്കണം, എങ്കിലേ നമുക്ക് ഈ ഷോട്ട് തീർക്കാൻ പറ്റും. ഇത് ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യരുത്, തൂങ്ങി തന്നെ കിടക്കുക, അത്രയാണ്. ബാക്കിയുള്ള സ്ട്രഗിളിങ് കയറി മേലോട്ട് പോകാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ നിർത്തിത്തരാം. 10 മീറ്ററിന് മേലെ ആകുമ്പോൾ ഞാൻ അവിടെ കൊണ്ട് സ്റ്റഡിയായിട്ട് നിർത്തിത്തരാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നിൽക്കാം. ആ സമയത്ത് പക്ഷേ അദ്ദേഹം ഇത് പിടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി. ഈ ഹെലികോപ്റ്റർ പൊങ്ങി ഇങ്ങനെ പോകുന്നു. എന്നിട്ടാണ് തിരിച്ച് സ്റ്റഡിയായി ഇതായിട്ട് വരുന്നത്. ഈ പോണ പോക്കിൽ തന്നെ പുള്ളി ഈ നമ്മളെ മരത്തില് കയറാനായിട്ട് കാലിപ്പണങ്ങ് അത് തന്നെ അത് ചെയ്ത് പുള്ളി ബാലങ്കേ നായർ എന്ന് പറയുന്ന വില്ലനെ പിടിച്ച് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. ബാലങ്കേ നായർ എന്ത് ചെയ്തു, സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്, യാതൊരു കാരണവശാലും സീറ്റ് ബെൽറ്റ് അഴിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഈ സമ്പത്ത് എന്ന് പറയുന്ന പൈലറ്റ് അദ്ദേഹം ബെൽറ്റ് അഴിച്ചു. ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഫ്രണ്ടിലേറ് ഇങ്ങനെയുള്ള ഒരു ഗോളം മാതിരി ഉണ്ടാവും. 2 സീറ്റേ ഉള്ളൂ അതിനകത്ത്. ഒന്ന് ഓടിക്കുന്ന ആള്, ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന. ഈ 2 വന്ന് ഒരു പോയിന്റിൽ വെയിറ്റ് കൂടിയാൽ ബാലൻസ് പോകും. ഇതൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിത് കൃത്യമായിട്ട് പറയാൻ കാരണം ഞാൻ കൂടെ നിന്ന് കേൾക്കുന്ന ആളാണ്. തൊട്ടടുത്ത് ക്യാമറയുടെ അടുത്ത് കാണാറുണ്ട്. അതിനകത്തുനിന്ന് ഈ ബെൽറ്റും അഴിച്ചുക മാത്രമല്ല ചെയ്തത്, കാല് വെടിയിലോട്ട് ഇട്ടിട്ട് ഈ ജയനെ തിരിച്ച് ചവിട്ടി ആക്രമിക്കണം, ചവിട്ടാനുള്ള ശ്രമവും നടത്തി. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ചവിട്ടുന്ന ആ നടക്കുന്നതെല്ലാം നോക്കി നിന്നാൽ അപ്പോൾ ഒന്ന് ഒലഞ്ഞു ഹെലികോപ്റ്റർ അല്ലേ. പിന്നെ ഇങ്ങ് വരികയാണത്. ഇങ്ങനെ ഞാൻ അപ്പം മനസ്സിൽ കുറിച്ചു, കുഴപ്പമാണ്. ഞാൻ കിടന്ന് കൈവിടുന്നു. ഒരു പക്ഷേ കേട്ടിരുന്നെങ്കിൽ, ചാടിയിരുന്നെങ്കിൽ, ഒരു പക്ഷേ ഈ എയർ സ്ട്രിപ്പിന് പുറത്ത് ഒരാൾ പൊക്കത്തിന് പുല്ല് വളർന്നിട്ടുണ്ട്, അതിലേക്ക് വന്ന് ചാടി
വീഴുന്ന് കിട്ടിയാൽ ആ ഒരു പക്ഷെ കയ്യോ കാലോ ഒടിഞ്ഞിട്ട് പിന്നെ അങ്ങനെ രക്ഷപ്പെടാല്ല. അതൊരു വലിയ ഫെറ്റാൽ ഇഞ്ചുറി ഒന്നും അല്ലല്ലോ. അപ്പൊ അത് രക്ഷപ്പെടാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. വിളിച്ചില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നേരെ വന്നു തറയിലിടിക്കുന്നു. അപ്പൊ തൂങ്ങിയിരിക്കല്ലേ, അദ്ദേഹത്തിന് മുട്ടാണ് ആദ്യം ഇടിക്കുന്നത് തറയിൽ. മുട്ടിടിച്ചതും കൈവിട്ടു. കൈവിട്ടപ്പോ തല ഇങ്ങനെ അടിച്ചു. കുറയില്ലേ? നമ്മൾ ഓടുന്ന വാഹനത്തിൽ നിന്ന് ചാടിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വിശാരടി, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ജയന്റെ മരണം ആദ്യമായിട്ട് മീഡിയയിൽ വരുന്നത് ഈ ഒരു എപ്പിസോഡിലാണെന്നാ തോന്നണേ. വീണ ശേഷം എടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത് ശശിയേട്ടനല്ലേ? അതെ, തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ്. ഇത് വിഴുന്ന് കഴിഞ്ഞത് ജയൻ ഇവിടെ വിഴുന്നു, ഹെലികോപ്റ്റർ തൊട്ടപ്പുറത്ത് വീഴുന്നു. ബാലൻക്ക് നേരം അപ്പൊ സ്വാഭാവികമായിട്ടും അതില് ഇന്ധനം നിറച്ചിരിക്കുന്ന ടാങ്ക് ഉള്ളത് കാരണം ഏത് മിനിറ്റും പൊട്ടിത്തെറിക്കാം. പൈലറ്റോ എന്ന് എല്ലാരും കിടന്ന് അവിടെ വിളിക്കുന്നുണ്ട്, അടുത്ത് പോകരുതേ പോകരുത് പോകരുത്. അപ്പൊ ബാലകേ നായർ ചാടിയോ? ബാലകേ നായർ ചാടുതല്ല, അപ്പുറത്ത് തെറിച്ചു വീഴുന്നു. തെറിച്ചു വീഴുന്ന അങ്ങനെ മൾട്ടിപ്പിൾ ഫ്രാക്ചർ കാലിലാണ്. എന്നാലും അങ്ങനെ എണീറ്റു, ഒരു സെക്കൻഡ് എണീറ്റ് നോക്കി, പിന്നെ വീഴുകയാണ് ചെയ്തത്. പൈലറ്റ് കമ്പത്ത് ഇപ്പുറത്തെ സൈഡിലും വീഴുന്നു. പുള്ളിക്ക് വലിയ പരിക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പൊ ഞാനിതാണ് ഏറ്റവും അടുത്ത് നിൽക്കണ ഞാനായതുകൊണ്ട് ഞാൻ ഓടി. അല്ല, ഈ ഡയലോഗ്, ഈ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ കേട്ട് നിന്ന ഒരാളിൽ നിന്നും ആദ്യമായിട്ടാണ് ഇത് നമ്മൾ അറിയുന്നത്, അല്ലേ? ശരിയാ. ഇതുവരെ ഇങ്ങനെ ഒരു സാധനം ആൾക്കാർ കേട്ടതും കേൾക്കാത്തതും അവനവന്റെ കഥയാണല്ലോ, പല വ്യാഖ്യാനങ്ങളാണല്ലോ ഉള്ളത്. അത് എന്നിട്ട് വീണ് കിടക്കുന്നു. ഞാൻ അടുത്തേക്ക് ഓടി ചെന്ന് ഇങ്ങനെ മലന്ന് കിടക്കുന്ന ആളിനെ എടുത്ത് ഞാൻ അവിടെ എന്റെ നെഞ്ചോട് ചേർത്ത്. ആ സമയത്ത് ചേട്ടൻ സംസാരിച്ചു ഇല്ലല്ലേ? സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഇവിടെ ആണ് പൊട്ടിയത്. ബ്ലഡ് ഇങ്ങനെ വിടുന്നു. അത് എന്റെ ദേഹത്തൂടെ എന്റെ ചെരുപ്പ് കൂടെ നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിടുന്നുണ്ട്. ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട്, ആരെങ്കിലും വണ്ടി കൊണ്ടുവരണം. ചുറ്റാൾ അടുക്കുന്നില്ല. പിന്നെ ഹെലികോപ്റ്റർ പൊട്ടോന്നുള്ളത് പിന്നെ കേൾക്കാൻ ആളും കുറച്ചേ ഉള്ളൂ. കാരണം എയർഷിപ്പിന്റെ വളരെ ദൂരത്തൊരു ആണ് എല്ലാരും ഉള്ളത്. അവരിത് കേൾക്കൂടെ ഇല്ല. ഒരു കാണുന്നതിനെ ചെറുതായിട്ടൊക്കെ കാണുള്ളൂ, അത്ര ദൂരത്തുണ്ട്. ഇത് എങ്ങനെയോ ജയന്റെ തന്നെ വണ്ടി ഡ്രൈവർ പുള്ളി കണ്ടു. പുള്ളി ഉടനെ തന്നെ വണ്ടി ഫിയറ്റ് കാർ എടുത്തിട്ട് സ്പോട്ടിൽ വന്നു. അപ്പൊ ജയന്റെ കാറില് പോയത് ഹോസ്പിറ്റലിലേക്ക്. അപ്പം ഒരു ക്യാമറ അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, സിലോൺകാരനായ ഒരു ക്യാമറ, രംഗനാഥൻ എന്ന് പറഞ്ഞിട്ട്, എന്റെ റൂം മറ്റാണ്. പുള്ളിയും കൂടെ ഓടി വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ തൂക്കി അതിലോട്ട് കയറ്റി വെച്ച് നിന്നു. എന്നിട്ട് ഞങ്ങള് ഇത് വിട്ടു, ഫിയറ്റ് കാർ വിട്ടു. ഈ എയർഷിപ്പിനടുത്ത് മെയിൻ റോഡിൽ നിന്ന് ഇതിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒരു ചെറിയ ക്ലിനിക്കുണ്ട്. അവിടെ നമ്മൾ നിർത്തി. നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും അറിഞ്ഞൂടാ. എന്താണെന്ന് നോക്കാന്ന് കരുതി അങ്ങനെ ചെന്ന് ഞാൻ ഡോക്ടറെ അകത്ത് പോയി വിളിച്ചോണ്ടു. അപ്പോഴത്തെ മഴയും പെയ്തു. വീണ്ടും മഴ തുടങ്ങി. അതുവരെ മഴയില്ലായിരുന്നു. മഴ തുടങ്ങി. ഡോക്ടർ വന്ന് ഇങ്ങനെ നോക്കേ ഉള്ളൂ. പെട്ടെന്ന് വിട്ടോ ജനറൽ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടുന്ന് എങ്ങോട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ, എവിടെ ഒറ്റ റോഡേ ഉള്ളൂ, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞു. പുള്ളി പറഞ്ഞ് ഇടത്തോട്ട് പോയി നേരെ ചെന്ന് എത്തണത് അവിടെയാണ്. ഇന്നത്തെ സെൻട്രൽ സ്റ്റേഷന്റെ, ചെന്നൈ സെൻട്രൽ സ്റ്റേഷന്റെ നേരെ എതിർവശത്താണ് ഈ ജനറൽ ഹോസ്പിറ്റൽ. ഭയങ്കര മഴ 40 കിലോമീറ്റർ സഞ്ചരിക്കണം ഈ റോഡിൽ കൂടെ. അങ്ങ് ഏതാണ്ടങ്ങ് എത്താറായപ്പോ അവിടെ വെള്ളം കയറിയിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. എന്തോ ഓടിച്ച് കൊണ്ടുവന്ന് നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ ഇതിന്റെ കാഷ്വാലിറ്റിയുടെ അങ്ങോട്ട് കൊണ്ടുവന്നു കയറ്റി അങ്ങ് നിർത്തി, ചാടി ഇറങ്ങി അവരെയൊക്കെ വിളിച്ച് വെള്ളം ഉണ്ടാക്കി സ്ട്രെച്ചർ കൊണ്ടുവന്നു. അങ്ങനെയാണ്. അപ്പൊ ജീവൻ ഉണ്ടായിരുന്നോ? അപ്പൊ ബോധമൊന്നുമില്ല. ബോധമൊന്നുമില്ല, ശ്വാസമുണ്ട്. ശ്വാസം മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ ഈ ദിവസം. അപ്പൊ ഞായറാഴ്ച ദിവസം ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ. അദ്ദേഹം വന്നു ഉടനെ എന്നെ നോക്കി, അയ്യോ ഇതിന്റെ ചീഫിനെ വിളിക്കണം, നമുക്ക് ഇന്ന് ഞായറാഴ്ചയാണ്, അദ്ദേഹം വീട്ടിലാണ്, വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്കാന്ന് പറഞ്ഞു.
ആളാരാണെന്ന് അറിയാമോ ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ലോക്കൽ ഫോണിൽ വിളിക്കുന്നു. അപ്പം ഭാഗ്യത്തിന് അത് മലയാളിയാണ്, ഡോക്ടർ നരേന്ദ്രൻ എന്ന് പറഞ്ഞു, ന്യൂറോ സർജനാണ്. അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സാർ ഇതുപോലൊരു കേസുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഫോണിൽ പിടിച്ചു മേടിച്ച് ഞാൻ പറഞ്ഞു, സാർ ഇന്നതാണ് സംഭവം ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഇതിൽ ഓപ്പറേഷൻ റൂമിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയൂ, ഞാനത് എപ്പോൾ എത്തിയെന്നാണ്. അങ്ങനെ ജീൻസാണ് ഇട്ടിരുന്നത്, ധരിച്ചിരുന്നത് പുള്ളി. ജീൻസ് ഈ മഴയുടെ ഇതിലും കുറേ നനഞ്ഞു, ബ്ലഡ് എല്ലാം കൂടെ നനഞ്ഞു പോകുന്നു, ഇപ്പോൾ ഊരാനൊന്നും പറ്റത്തില്ല. അപ്പം അത് കാരണം ഞാൻ തന്നെ അവിടുന്ന് ഈ സിസർ മേടിച്ച് കട്ട് ചെയ്ത് ഈ കാല് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതൊന്ന് ഊരി. അപ്പോൾ കാണുന്ന കാഴ്ച വളരെ ഭയാനകമാണ്. ഈ 2 മുട്ടിന് ചിരട്ടയില്ലായിരുന്നു. ഞാനിത് എനിക്ക് പറയുന്നത് ദൈവത്തെ പറഞ്ഞാൽ ഇമോഷണലാവും. പിന്നെ ഇവിടെ ഒരു പെരുക്കുണ്ട്, ഇവിടെ തല്ലിയിട്ടുണ്ട്, ഇങ്ങനെ ബൾജ് ചെയ്തു. അതൊഴിച്ചാൽ വേറെ ഒന്നുമില്ല. പക്ഷെ തല അങ്ങനെ ഡോക്ടർ വന്നു, ഇതിൽ കയറി ഓപ്പറേഷനിലും കയറി. ഞാൻ മാത്രമുണ്ട്. ആരെ വിളിച്ച് എവിടെ അറിയിക്കണം, എന്തറിയിക്കണം അറിയില്ല. കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. മാത്രമല്ല ഒന്നും ഓർമ്മ വരുന്നില്ല. എങ്ങനെയോ തപ്പി AVM സ്റ്റുഡിയോയിൽ നമ്മളെ മലയാള പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന തിയേറ്റർ ഉണ്ട്, AVM തിയേറ്റർ. ഷൺമുഖം എന്ന് പറയുന്ന ആളിനെ ഞാൻ വിളിച്ചു. ആ നമ്പർ ഓർമ്മ വന്നു, അതിൽ വിളിച്ച്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അവരവിടെ വർക്കുണ്ടായിരുന്നു, എടുത്തു. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരെയും ഒന്ന് അറിയിക്കണം, തേര മാഷ്, നമ്മൾ ശശികുമാർ സാറ്, എല്ലാവരെയും ഒന്ന് അറിയിക്കണം, എനിക്ക് വേറെ നമ്പരൊന്നും പിടിയില്ല, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അറിയിക്കുന്നത് അവരെ അദ്ദേഹം. അപ്പോൾ അവരുടെ കാരണം 2 വണ്ടി പുഴയെന്ന് വന്നു പെട്ടെന്ന്. ശശികുമാർ സാറ്, ജിയോ കുട്ടപ്പൻ സാറ്, ചണ്ട് ത്യാഗരാജ മാഷ്, അവരെല്ലാരും കൂടെ ഒരു 2 മലയാളത്തിലെ ഒരുമാതിരി എല്ലാവരും അവിടെ വന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങോട്ട് പോയ വിവരം. പ്രൊഡ്യൂസർ പോയ വിവരം ഞാനും അറിഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസർ അവരെയും കൊണ്ട് നേരെ വിജയ ഹോസ്പിറ്റലിൽ പോയത്, ബാലങ്കേരി കൊണ്ട്. അപ്പൊ ഞാൻ എവിടെയെന്ന് അവർക്കറിയില്ല. പിന്നെ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ കഴിഞ്ഞ് പിന്നെ വിജയ ഹോസ്പിറ്റലിൽ വിളിച്ച് അറിയിച്ചു. അവരും വന്നു, എല്ലാവരും വന്നു, വെയിറ്റ് ചെയ്തു. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ ഞാനാണ് എന്നെ സൈൻ ചെയ്ത് കൊടുത്തു. കാരണം എന്നെ അകത്ത് വരാൻ പറഞ്ഞു. അകത്തൊന്നും പറഞ്ഞ് രക്ഷയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ സ്പ്ലാഷായി പോയത്, തലച്ചോറ് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് വല്ലാത്തൊരു ട്രാജഡി ആയിപ്പോയി. അല്ല, ആ മഴ നിൽക്കാനും പിന്നീട് ആ ഷൂട്ടിംഗ് നടക്കാനും അത് കഴിഞ്ഞ ഉടനെ തന്നെ മഴ തുടങ്ങാനും ഒരു നിമിത്തം, ഇതൊരു നിമിത്തമായിരുന്നു അത്. ഈ പിന്നീട് അത് പിന്നെ അവരെല്ലാം പിന്നെ ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് ആലോചിക്കാൻ വേണ്ടി ഈ വന്നവരെല്ലാവരും പോയി കൂടി ആലോചിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മാത്രം അവശേഷിച്ചു. ഈ അവിടുന്ന് നേരെ ഈ ശ്വാസം അപ്പോഴും ഉണ്ട്, ബ്ലാഡർ ചുരുങ്ങുകയും ഇത് ചെയ്യുന്ന പരിപാടി. അപ്പം നേരെ ന്യൂറോ വാർഡിൽ കൊണ്ടുവന്നു. സർജറി കഴിഞ്ഞിട്ടുള്ള വാർഡാണല്ലോ, പോസ്റ്റ് ഓപ്പറേറ്റീവ്. അവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ അടുത്ത് നോക്കി നിൽക്കുകയാണ്. ഒരാളിനെ വീടുള്ളൂ. അപ്പൊ ഇതിങ്ങനെ നിന്ന് അങ്ങനെ അവസാനം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിന്നു. പിന്നെ ആരൊക്കെ വന്നു. അതാണ് എൻ്റെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ജയൻ സാർ തന്നെ അഭിനയിച്ച ദീപം എന്ന് പറയുന്ന സിനിമ അന്ന് കേരളത്തിൽ പല തിയേറ്ററുകളിലും കളിക്കുന്നുണ്ട്. ആ തിയേറ്ററിൽ ഈ സിനിമയുടെ ഇടയിൽ
ഒരു സ്ലൈഡ് ഇടുകയാണ് ചെയ്തത്. മരണവാർത്ത തിയേറ്ററിൽ അറിയിച്ചുകൊണ്ട്, തിയേറ്ററിൽ അന്ന് സ്ലൈഡ് ഇടാമല്ലോ, ദീപം എന്ന് പറയുന്ന സിനിമ കളിക്കുന്ന തിയേറ്ററുകളിൽ സ്ലൈഡ് ഇട്ടു. കണ്ടോണ്ടിരിക്കുക സ്ക്രീനിൽ അത്രയും വലിയ ഹീറോയിക് ആയിട്ട് സിനിമ കാണുന്നതിനിടയിൽ ഒരു സ്ലൈഡ് വന്നു, ഇന്നയാള് മരിച്ചുപോയി എന്നുള്ള രീതിയിൽ. പിന്നെയും നമ്മൾ ഈ റെഫർ ചെയ്ത ബുക്കുകളിലൊക്കെ കാണുന്നത് വിദേശത്തു നിന്നൊക്കെ ഉൾപ്പെടെ ദിവസങ്ങളോളം കത്തുകളും കാര്യങ്ങളും ഒക്കെ. കാരണം അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്നുമില്ല. ജനങ്ങൾ അവരുടെ ഒരു സ്നേഹം കാണിച്ചത് ഒരുപാട് കത്തുകൾ എഴുതിയിട്ടും പോസ്റ്റ് കാർഡ്സും പിന്നെ തുറന്ന അഭ്യൂഹങ്ങളായിരുന്നു കൂടുതൽ. അതെ അതായിരുന്നു എന്റെ ഓരോരുത്തർ സ്വന്തമായിട്ട് കഥ മെനഞ്ഞ് അതെ, ഒരുപാട് കഥകൾ. പിന്നെ എപ്പിസോഡുകൾ ഉണ്ടാക്കി, ഇത് കൊന്നതാണ്. ആ അല്ല, അത് എല്ലാവരെയും പറഞ്ഞു. ആദ്യം ബാലങ്കനായിരുന്നല്ല പറഞ്ഞത്, നസീർ സുകുമാരനെ സാറിന്റെ ഗൂഢാലോചനയാണെന്ന്. സത്യ. അയ്യോ, അതാണ് ആദ്യത്തെ കഥ വന്നത്. അതിനൊന്നും സമൂഹത്തിൽ ഇന്നും ഒരു മാറ്റവും ഇല്ല. അതെ അതെ. സുകുമാരൻ മനഃപൂർവ്വം വെട്ടിച്ചതാണ്. അതായത് സുകുമാരൻ മനഃപൂർവ്വം വെട്ടിച്ചു, നസീർ സാർ കൂടാലം നടത്തി, ബാലങ്കനാരി ചവിട്ടി, ഇങ്ങനെയുള്ള കഥകളെല്ലാം അന്നും ഇന്നും. പിന്നെ ആളുകൾക്ക് ഇപ്പൊ നമ്മൾ അവിടെ അന്ന് ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നതിനേക്കാളും കേൾക്കാനും വിശ്വസിക്കാനും ഇഷ്ടം ബാക്കിയുള്ള കഥകളാണ്. അതെ അതെ അതെ, എല്ലാ കാലത്തും നസീർ സാറും ജയൻ സാറും വലിയ അവര് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഇത് ഈ 3 എടുത്തിട്ട് 4ാമത്തെ ഷോട്ടാണിത്. 3 എടുത്തു കഴിഞ്ഞ് 2:30 മണി കൃത്യം 2:30 ബ്രേക്ക് എന്ന് പറഞ്ഞു ഡയറക്ടർ. ഫുഡൊക്കെ അവിടെ റെഡിയാണ്, നിങ്ങൾ അങ്ങറ്റം പോകണം, ഒരു ചെറിയ ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെയാണ്, നമുക്ക് ആഹാരം കഴിച്ചിട്ട് തുടങ്ങാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് നേരെ ഇങ്ങ് വന്ന്, സാർ ഒരു പ്രാവശ്യം പ്ലീസ്. അത് വേണ്ട മിസ്റ്റർ ജയൻ, പി എൻ സുന്ദർ അങ്ങനെ സംസാരിക്കുന്നു, മിസ്റ്റർ ജയൻ എന്നാണ്. അപ്പം സാർ ഒരു പ്രാവശ്യം കൂടെ പ്ലീസ് സാർ, പ്ലീസ് 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 എന്ന്. വേണ്ട ജയൻ, നമ്മളിൽ 2000 അടിയുണ്ട് ഫിലിം, അതിനകത്ത് നമുക്ക് വേണ്ട 400-450 അടിയാണ്, 500 അടിയാണ് വേണ്ടത്. പിന്നെ പൈലറ്റിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഇതുപോലെ നിർബന്ധിക്കുകയാണ് ഒരു പ്രാവശ്യം കൂടെ. ഞാനെടുത്തു വന്ന് ജയനെടുത്ത്, വേണ്ട നമുക്ക് എടുത്തതല്ലേ, ഞാനും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അല്ല എൻ്റെ അടുത്ത് പറഞ്ഞു പറയാ. ഞാൻ പിന്നെ അവസാനം സംഭവിച്ചു. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി. അതായത് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ, ഈ മരണം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ് പുറത്ത് കൊണ്ടുപോവാൻ, വിളിച്ചു വരുത്തുകയാണ്. ഇത് മരണം അല്ല, ഞാൻ ഒരു ഇതിലാണ് പറയുകയാണെന്നുണ്ട്, ഈ ജയന്റെ കൂടെ എത്രയോ നാൾക്ക് മുമ്പ് തന്നെ മരണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നത്. ചെയ്തുകൊണ്ടിരുന്ന സംഘടന രംഗങ്ങളും മറ്റതും എല്ലാം വളരെ റിസ്കി ഫാക്ടർ ഉള്ളതാണ്. ശശിയേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റു സിനിമകൾ ഏതൊക്കെയായിരുന്നു? ജയൻ വെച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഈ ആദ്യപാഠം, അങ്കക്കുറി, ആവേശം എല്ലാം ജയൻ. ആദ്യപാഠത്തിൽ മാത്രമേ പുള്ളി ഒരു ചെറിയ വില്ലൻസ് ഉള്ളൂ, ബാക്കി എല്ലാത്തിലും പുള്ളി ഹീറോ ആണ്. അതുപോലെ ഈ എം.എൻ. നമ്പ്യാർ എന്ന് പറയുന്ന വില്ലൻ കോമ്പിനേഷൻ, ഹീറോ വില്ലൻ കോമ്പിനേഷൻ നല്ല ഹിറ്റായിരുന്നു എല്ലാ സമയത്തുള്ളത്. ആവേശം. ഈ നമ്മുടെ വടക്കംപാട്ട് സിനിമകൾ പണ്ടേ വരുന്നുണ്ടെങ്കിലും ഈ വടക്കംപാട്ട് ഈ വേർബോഡി വേഷങ്ങള് നല്ല ജയൻ വന്നതിന് ശേഷം അവിടെയും ഈ ഫൈറ്റ്, വാൾ ഫൈറ്റിലൊക്കെ അങ്ങനെ പോരാ, ഒന്നുകൊടുക്കണം. അന്ന് പുള്ളിക്ക് ഈ അടങ്ങാത്ത അഭിനിവേശം, അഭിനയത്തോടും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ പെർഫെക്ഷനോടും. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ലാതെ എങ്ങനെങ്കിലും തീർത്തിട്ടങ്ങ് പോകാം എന്നുള്ള അതും ഇല്ല പുള്ളിക്ക്, അത് പറഞ്ഞിട്ടേ ഇല്ല പുള്ളിക്ക്. അല്ല, അതാണ് അന്നോളമുള്ള ഹീറോസിനേക്കാളും. അതായത് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൂളിംഗ് ഗ്ലാസുകൾ ഇത്രയും വെച്ചിട്ടുള്ള തുടക്കം, അവിടെ തൊട്ട് സോങ് സീനിലാണേലും അല്ലാതെയൊക്കെ കൂളിംഗ് ഗ്ലാസുകൾ പലതരത്തിൽ വെക്കുക. ഈ അതായത് കാലത്തെ ഫാഷൻ. ഇപ്പൊ നമ്മൾ പിന്നെ ബെൽ ബോട്ടമൊക്കെ തിരിച്ചു വരുന്നുണ്ട് പോകുന്നുണ്ടെങ്കിൽ അന്ന് നല്ല ബെൽസ് ഉള്ള പാൻറ്റും കോളറും ഫ്ലിപ്പുള്ള പോക്കറ്റുള്ള ഷർട്ടും, പിന്നെ ഈ മുകളിലത്തെ ഒരു 4 ബട്ടൺസ് പല പടങ്ങളിലും അഴിച്ചിട്ടേക്കുന്നത്, ഫുൾ നെഞ്ച് വിരിച്ചിട്ടുള്ള നിപ്പം കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബഹുഭൂരിപക്ഷം പടങ്ങളിലും ഉള്ളത്. ഇതിനു മുമ്പ് കുറെ മുമ്പ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടിനെ പറ്റി പറഞ്ഞു. ഞങ്ങൾക്കും അറിയില്ല, അദ്ദേഹം അഭിനയിച്ച പാട്ടല്ല. ശ്രീലയ ചേച്ചിക്കൊരു സംഗീതവാസന ഉണ്ടായിരുന്നുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു പാട്ടുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? പാടും, അവർ പാടുമായിരുന്നു. ഏതോ ഒരു പാട്ടിനെ പറ്റി, ആ പാട്ടിനെ പറ്റി ഞാൻ സത്യമായിട്ട് കൂടുതൽ അറിയുന്നത് ഈ ജയനിൽ നിന്നാണ്.
അതായത് പിന്നെ MG രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു പാട്ടുണ്ട്, ആ ഘനശ്യാമ സന്ധ്യ ഹൃദയ. അപ്പൊ ഇതിങ്ങനെ മൂളിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഈ പാട്ട് ഏതാ, ഈ പാട്ട് ഈ പാട്ട് അറിയത്തില്ല, ഇത് ഭയങ്കര ഫേമസാ, അതെല്ലാവരും യുവജനോത്സവത്തിലൊക്കെ പാടിക്കൊണ്ടിരുന്നതാ. കാവാലം സാറിന്റെ പാട്ട്. അതെ, പിന്നെ മാണിക്യ വീണയും അതൊക്കെ ഭയങ്കരമായിട്ട് പാടും. അതെ അതെ. ആ പിന്നെ ഈ ഉദയായിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ എല്ലാ പിന്നെ സിനിമയ്ക്കും സെക്കൻഡ് ഷോയ്ക്ക് കൊണ്ടുപോകുന്നൊരു ബോഡി ഗാർഡായിരുന്നു. എന്നെയും ഷീലാമ്മയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. ആൾക്കാരെ മാറി നിൽക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നതൊക്കെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. കാരണം ഇങ്ങനെയൊക്കെ ഒരു സംഭവിച്ചിട്ട് കാലും കയ്യും വയ്യാതെ സംസാരിക്കാൻ ആ ഒരു കിടന്നില്ല. അതെ, അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആക്ച്വലി ഹീറോ ആയിട്ട് തന്നെ പോയി. പിന്നെ അത് നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അല്ല, അതൊരു പക്ഷെ അദ്ദേഹത്തിന് മനസ്സും കൂടി ആയിരിക്കാം. കാരണം എന്ന് വെച്ചാല് അങ്ങനെ പോണം എന്ന് അദ്ദേഹം മനസ്സും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. കൂടെ ആയിരിക്കാം. കാരണം അദ്ദേഹം എല്ലാരോടും വളരെ സൗഹൃദമായിട്ട് വളരെ സ്നേഹത്തോടു കൂടി പിന്നെ ഇടപെടും. സെറ്റി ജേട്ടൻ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വളരെ അപൂർവം pleasant ആണ്. ആയിരുന്നു സത്യം. അദ്ദേഹം. എനിക്കത് ഡിഫൻസിൽ നിന്ന് വന്നത് കാരണമുള്ള ഒരു ഡിസിപ്ലിൻ അതിന്റെ തന്നെ. ഇപ്പോൾ നേവി ആയിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ കൂടെ ലവ് സീൻസ് അഭിനയിക്കുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയി തോന്നും. ഒട്ടും ഒരു എന്താ പറയാ, നമ്മളെ ദേഹത്ത് തൊട്ടില്ലേന്ന് തോന്നും. അതുപോലെയാണ് അദ്ദേഹം അഭിനയിക്കുക. അതൊരു നമുക്കെന്താ പറയാ, ഒരു വല്ലാത്തൊരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുക. അത് നമ്മളങ്ങനെ കംഫർട്ടബിൾ ആക്കുന്നേ. ഞാൻ ഇങ്ങനെ ചെയ്യും ട്ടോ, ഇങ്ങനെ പിടിക്കും ട്ടോ എന്ന് പറയും. ആ ഷോർട്ട് കയറി കെട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നല്ല. നമ്മളെ ഞാൻ പ്രിപ്പയർ എന്റെ കൈ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാം. അപ്പൊ നമുക്ക് നമ്മൾ പ്രിപ്പയർഡ് ആണ്, നമ്മുടെ മുഖമൊന്നും മാറില്ല. അങ്ങനെയായിരുന്നു അത്. ഒരു ജെന്റിൽമാൻ ആയിരുന്നു. He was a real gentleman. അല്ല, അതാണ് ഈ എന്നാൽ നമ്മൾ എപ്പോഴോ ചർച്ചയ്ക്ക് പറഞ്ഞിരുന്നു, ഈ ഒരു മസ്കുലാനിറ്റി വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ ഏതൊക്കെ പടങ്ങൾ എടുത്ത് എങ്ങനെയൊക്കെ ചെയ്താലും ഈ ഒരു മിനിമം സാധനം അത് പുള്ളിയുടെ കൂടെ എന്തൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് അന്നോളം ഉള്ള സിനിമയിലെ ഹീറോ സങ്കല്പങ്ങൾക്കൊരു വേറെ പരിപാടി. നല്ല കോസ്റ്റ്യൂമുകൾ ചേരുക എന്ന് പറയുമല്ലോ. നല്ല കള്ളിമുണ്ടെടുത്ത് ബനിയനൊക്കെ ഇട്ടിട്ട് ഇപ്പം കരിമ്പനയിലെ ചെത്തുകാരനായിക്കോട്ടെ, അങ്ങാടിയിലെ ചുമട്ടുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല മീനിലെ വേഷമായിക്കോട്ടെ, നല്ല ലവിൻ സിംഗപ്പൂരിൽ പോയിട്ട് സ്യൂട്ടും കോട്ടും സാധനങ്ങളും ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് നിൽക്കാനെങ്കിൽ വേഷപ്പകർച്ചകളെല്ലാം നേരത്തെ പറഞ്ഞ സന്യാസി വേഷമൊക്കെ വലിയ നല്ല തടി വടക്കംപാട്ട് കഥാപാത്രങ്ങളിൽ വാളും പരിചയമൊക്കെ വെച്ച് എന്നാൽ എല്ലാ തരങ്ങളും വേഷങ്ങളും യോജിക്കുന്ന ഒരു ശരീരപ്രകൃതിയായിരുന്നു. അത് പിന്നെ ശരീരപ്രകൃതിയല്ല, ഇത് പുൾ ഓഫ് ചെയ്യാനൊരു ഇപ്പൊ നല്ല ശരീരമൊക്കെ ഉണ്ടെങ്കിലും ചിലത് സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ടാൽ നമുക്ക് തന്നെ ഇതിനൊരു ഇട്ടവന് തന്നെ മുഖത്ത് ഇത് ഞാൻ ഇടണമായിരുന്നോ എന്നൊക്കെ ഉള്ളൊരു സാധനം വേണമെങ്കിൽ വരാം. ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി ഒരുപാട് ചിത്രങ്ങളിലെ തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെ ആയിട്ടുള്ള ബാലു കിരീത് സാർ. അനശ്വര നടൻ ജയൻ, അങ്ങനെ പറയാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ യുവതലമുറ പോലും അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ ആദ്യത്തെ സിനിമയായ തകിലുകൊട്ടാമ്പുറം എന്ന സിനിമ, നസീർ സാറും ഷീലാമ്മയും അഭിനയിച്ച സിനിമയിൽ ഒരു നായക തുല്യമായ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ നസീർ സാറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞത്, ജയനെ ഒന്ന് നോക്കൂ, ജയൻ ഭയങ്കര തിരക്കാണ്, എന്നാലും ജയനെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ജയൻ ചേട്ടനെ ചെന്ന് കാണുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജയൻ ചേട്ടനും ഞാനുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഡോക്ടർ ബാലകൃഷ്ണൻ, എൻ്റെ ഗുരുനാഥനായ ഡോക്ടർ ബാലകൃഷ്ണനുമായിട്ട് വളരെ അടുത്ത സൗഹൃദമായിരുന്നു. അങ്ങനെയൊക്കെ പല സെറ്റിൽ വെച്ചും പല സ്ഥലത്ത് വെച്ചും ഉള്ള പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും എൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് സമ്മതിക്കുകയും അഡ്വാൻസ് വാങ്ങിയിട്ടില്ല, അഭിനയിക്കുകയും ഡേറ്റ് കൃത്യമായി പറയാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം നമ്മെ വിട്ടുപോയി. മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് ആ നടൻ്റെ വിയോഗം മൂലം ഉണ്ടായത്. അദ്ദേഹത്തെ ഇപ്പോഴും ഓർമ്മിക്കുന്നു. എപ്പോഴും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന പേരാണ് ശ്രീ ജയൻ. ജയൻ എന്ന് പറയുന്ന ജയന്റെ പുറകിലുള്ള ഒരു കഥയിൽ നിന്നും പല അഭ്യൂഹങ്ങളിൽ നിന്നും വിമുക്തനായി ഈ എപ്പിസോഡോടുകൂടി ജയന്റെ മരണം. അത് വലിയൊരു കാര്യമാണ് അമൃതക്കാർ ചെയ്തത്. ഈ പ്രോഗ്രാമിൽ അത് വന്നത് അത്യാദ്യം എനിക്ക്
വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഞാൻ. ഏതായാലും ശശിയേട്ടൻ വന്നുകൊണ്ട് നമുക്ക് അതെ, ഇത് മുഴുവൻ അതിന്റെ സത്യാവസ്ഥ അറിയാൻ ഇപ്പൊ പറ്റില്ല. അറിയാൻ അല്ല, പറ്റും. സത്യാവസ്ഥ അതെ അതെ അല്ല പൊതുജനങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അതെ, ഈ അദ്ദേഹം മരിച്ച് അന്ന് മരണം സ്ഥിരീകരിച്ച് ഇതിന് മോർച്ചറിയിലോട്ട് വെച്ച്, മോർച്ചറിയിലൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാട് ഇതുണ്ട്. അത് മോർച്ചറി ഞാൻ പറഞ്ഞാൽ തുറക്കുള്ളൂ, ഒരറിതുമില്ല. അപ്പം ഞാൻ ബോഡി കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിടത്താൻ ഒരു ഡെസ്കോ ബെഞ്ചോ റാക്കോ ഒന്നുമില്ല, തറയിൽ കിടത്തണം. അയ്യോ, ഞാൻ അത് പറ്റില്ലെന്നോ. അപ്പം ഞാൻ പൈസ തരും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ ജോലിക്കാരൻ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമ്പോൾ അവർ പറഞ്ഞു, സാർ ഒരു മിനിറ്റ് നിൽക്ക്. അപ്പോൾ ഒരു ബോഡി ബെഞ്ചിൽ വെച്ചേക്കുന്നു, താഴെ വെച്ച്. അങ്ങനെയൊക്കെ ഉണ്ട്. 3-ാം ദിവസം അപ്പം അന്ന് തന്നെ ഇദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൽ എൻ്റെ മാനേജറെ ഞാൻ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ റൂം സീൽ ചെയ്യണമെന്ന് പറഞ്ഞു. സീൽ ചെയ്ത് താക്കോല് മാനേജർ കീപ്പ് ചെയ്യണം, പിന്നെ നമ്മൾ വരാം, ഞാൻ പറഞ്ഞിട്ട് തുറന്നാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസമാണ് ക്രിമേഷൻ കഴിഞ്ഞിട്ട് റൂമിൽ വരുന്നത്. പുള്ളി റൂമിലെത്തുന്നത്. അന്ന് എൻ്റെ ആ പാമ്പൂർ ഹോട്ടലിൻ്റെ പ്രൊപ്പറേറ്റർ, മാനേജർ, ഞാൻ എല്ലാവരും കൂടെ സാന്നിധ്യത്തിലാണ് അത് തുറക്കുന്നത്. അമ്മ മാത്രമേ പുള്ളിക്ക് അമ്മ എന്ന് മാത്രമേ അറിയാവൂ, വേറെ ആരുമായിട്ടും ഒരു ബന്ധവുമില്ലായിരുന്നു. അതെനിക്കറിയാവുന്നുള്ളതുണ്ട് നേരിട്ട്. അദ്ദേഹത്തിന്റെ ഒരു Advance ബ്രീഫ് കേസ് വാങ്ങിക്കും. ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ബ്രീഫ് കേസ് ഉണ്ടോ ഉണ്ട്, സ്ഥിരം? ഉണ്ട്, ഉണ്ട്. അതിനകത്ത് എന്താന്നുള്ളത് ആർക്കും അല്ല. പൈസ അത് ഇവിടെ വന്ന് രാജൻ ജോസഫ് സാറും പറഞ്ഞു എല്ലാരും- അതിന്റെ ഒരു എപ്പോഴും ബ്രീഫ് കേസ്. ബ്രീഫ് കേസ്. ആ ബ്രീഫ് കേസ് എവിടെയും കേസിന് എന്തെങ്കിലും കഥ ഉണ്ടായിരുന്നോ? ഭയങ്കര പൊസസീവ് ഇല്ല, ആയിരുന്നു ആ അങ്ങനെ ഒരു ബ്രീഫ് ഇല്ല. കേസ്. ഇത് അതിൽ കൂടി വന്ന ഐ തിങ്ക് അദ്ദേഹം വല്ല കൂളിംഗ് ഗ്ലാസോ വല്ല നല്ലൊരു purse. ഒരു സ്വർണ്ണ നല്ലൊരു ചെയിനാണ് എപ്പോഴും ഇടുന്നത്. അല്ല സിനിമയിലല്ല, അല്ലാത്ത സമയത്ത്. ആ. പിന്നെ ഒരു അദ്ദേഹം രാവിലെ റിംഗ് ഉണ്ട്. കുളിച്ച് റെഡിയായി വന്ന് അദ്ദേഹം പ്രാർത്ഥിക്കൊക്കെ ചെയ്യും സ്വന്തമായിട്ട് തന്നെ നിന്ന്, ഇങ്ങനെ കണ്ണടച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ മാല ഊരി ആ ബ്രീഫ് കേസിനകത്ത് വയ്ക്കും. ആ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുന്നു. പിന്നെ അത് വില കൂടിയ വാച്ചാ, ആ വാച്ച് ഊരി വയ്ക്കും. ഉം. ഇതൊക്കെ അതിനകത്താണ് വയ്ക്കുന്നത്. ആ. അല്ലാതെ പിന്നെ എല്ലാം അന്ന് ക്യാഷാണ് കൊടുക്കുന്നത്, ഈ പ്രതിഫലം. ആ സിനിമ കഴിയുന്ന അഭിനയത്തിന്റെ പ്രതിഫലം ക്യാഷ് കിട്ടും. പ്രതിഫലം ക്യാഷാണ് കൊടുക്കുന്നത്. അപ്പൊ ആ കിട്ടുന്ന പൈസ അതിനകത്ത് വെക്കും. എന്തോ ഒരു എപ്പോഴും അതുകൊണ്ട് ആ ബാഗ് എപ്പോഴും കൂടെ ഉണ്ടാവും. ചെറിയൊരു ബ്രീഫ് കേസ്. ഈ ഫിയറ്റ് കാർ വളരെ അത് ഭയങ്കര ഇഷ്ടമാണ്. അതിന് പോറൊക്കെ ചെയ്താ ഭയങ്കര പ്രശ്നമാന്നൊക്കെ അത് പുള്ളി പറഞ്ഞു. അത് വളരെ എന്താ പറയാ, തിളങ്ങുന്ന രീതിയിൽ കൊണ്ടു നടന്നത് അവസാനം വരികയും. അങ്ങനെയാണ് പുള്ളി ഫിയറ്റ് കാറോടുകൂടി തന്നെ വന്നത്. ഞാൻ എപ്പോഴും കളിയാക്കും കൂടെ ചെയ്യും. അല്ല ജയന്, ഈ ഫിയറ്റിനകത്ത് കൊള്ളാറുണ്ടോ ജയനെന്ന് ചോദിക്കും. ചെറിയ നല്ല ബോഡിയല്ലേ, ഇത് ചാറ് ചെറുതല്ലേ എന്ന് പറയും. എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും. അതെ, ഒരു പ്രത്യേകത ജയനിൽ ഞാൻ എപ്പോഴും കാണുന്നതാണ്. നമ്മൾ എന്തൊക്കെ പൗരുഷം ഉണ്ടെങ്കിലും എന്തൊക്കെ ചെയ്താലും ആ ചിരി നോക്കിയിട്ടുണ്ട്, ഒരു ഇന്നസെന്റ് ചിരി, ഇന്നസെന്റ്. ഭയങ്കര ചൈൽഡിഷ് ആണ്. പിന്നെ ഹാർട്ട് ഈസ് ലാഫാണ്. ആ ലാഫ് കേട്ടിട്ടില്ലേ? അല്ല, ഹാർട്ടി അതൊരു ഭയങ്കര പ്രത്യേകതയായിരുന്നു. ഒരു കുട്ടിത്തം ഉണ്ടാവും ആ ചിരി. കുട്ടിത്തമുണ്ട്. ഈ അദ്ദേഹത്തിന് ശരിക്കും അതിന്റെ ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് പ്രണയ സീനുകളിൽ നാണമുണ്ട്. നാണം ഇതിന്റെ ഇടയിലുള്ള വേറൊരു ഏരിയ ആണ്. അദ്ദേഹം ചില സീമ ചേച്ചിയായിട്ടുള്ള സീനൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഈ ചെറിയ നമ്മള് ഫ്ലർട്ട് ചെയ്യുവാന്ന് പറയുമല്ലോ, അതെ, ഫ്ലർട്ടിങ് ഒക്കെ കഴിഞ്ഞാൽ പുള്ളിക്ക് അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊരു നാണമുണ്ട്. അത് ചെയ്യുന്നതിന് അത് കാണാൻ ഒരു രസമാണ്. പല വില്ലന്മാരെയും അഭിനയിക്കുമ്പോ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ കണ്ണുകളിൽ ഒരു ലസ്റ്റ് വരും. പക്ഷെ ജയന്റെ കണ്ണിൽ ലസ്റ്റ് വരില്ല ഒരിക്കലും. ലവ് ആണ്. ശരിക്കും ലവ് ആണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വെറൈറ്റി അക്കാലത്ത് ചെയ്ത വേറെ ആർട്ടിസ്റ്റ് ഇല്ലായിരിക്കും, ചുരുങ്ങിയ കാലം കൊണ്ട്. അതാണ് ചുരുക്കിയ കാലം എന്ന് പറയുന്നത്. അത്ര ചുരുക്കുക, അത്രയും ചുരുക്കിയ മൂന്നോ നാലോ കൊല്ലം. വളരെ വളരെ 3-4 കൊല്ലം മെയിൻ സ്ട്രീമിൽ 2-2.5 2-2.5 കൊല്ലം. 6 കൊല്ലം മൊത്തം. അതിൽ 6 കൊല്ലം 6 കൊല്ല് പീക്ക് എന്ന് പറയുന്നത് ഒരു 3 വർഷം 3 വർഷം ഉണ്ടായിരുന്നു. 120 പടവും. ഈ 77, 78, 79 ഇങ്ങനെ 77 78-ലാണ് പീക്ക് ആവുന്നത്. അതെ, 78, 78-ലാണ് പീക്ക് ആവുന്നത്. 80-ല് പീക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയായിരുന്നു. സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുക ആ സമയത്ത്. അത് ശ്രീലേ ചേച്ചി കോളിളക്കം കഴിഞ്ഞിട്ടാ പോകുന്നത് അല്ലേ? ഞാൻ അതിൽ ഡബിൾ റോളും കൂടാ ആ ആ സിനിമയില്. കൊള്ളക്കം കഴിഞ്ഞു, അന്ന് തീർന്നു, ഷൂട്ടിംഗ് കഴിഞ്ഞു, ഞാൻ ചെന്നൈയോട് വിട പറയുന്നു. ഓ, ഈ വളരെ പോയറ്റിക്കായ പേരുകൾ അതിനു മുമ്പ്
സിനിമകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഭയങ്കര സാഹിത്യ സ്വഭാവമുള്ള വളരെ പോയറ്റിക്കായ പേരുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് മനുഷ്യമൃഗം, കഴുകൻ, മൂർഖൻ, തീനാളങ്ങള്, നായാട്ട്, ഇരുമ്പഴികൾ, ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന എല്ലാ വമ്പൻ പേര്. കാന്തവലയം, ആവേശം, തടവറ, ഇരുമ്പഴികൾ, തടവറ, സർപ്പം, ചുവന്ന ചിറകുകൾ, ശരപഞ്ചരം, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പേരുകള്, പിന്നെ ചില പിച്ചാത്തി കുട്ടപ്പൻ എന്നൊക്കെ പറയുന്ന ജയിക്കാനായി ജനിച്ചവൻ, എല്ലാ സിനിമ പേരുകൾ എടുത്താലും വളരെ പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് ഇങ്ങനെ എന്താ പറയുന്നത്, ഇപ്പൊ പോലും ഇത്ര നാളിന് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് പടത്തിലൊരു ആവേശം എന്ന് പേരിടുകയാണ്. ഒരാവേശം ഇത്രയും കാലം ജീവിച്ചിരുന്ന കാലം എത്രയും നമ്മളെ വിട്ടുപിരിഞ്ഞ് 45 വർഷങ്ങൾക്കിപ്പുറവും ഒരു നടൻ നമ്മളെ ഇത്രയും ആവേശത്തിലാഴ്ത്തുന്നുണ്ടെങ്കിൽ ആ നടന്റെ പേര് ജയൻ എന്ന് തന്നെയാണ്. ഞാൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, ഒരുപാട് പേര് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ജയൻ സാറിന്റെ ഒരു എപ്പിസോഡ് ചെയ്യുക എന്ന്. ഒരുപാട് സൗഹൃദം കാത്തു സൂക്ഷിച്ച, ഒരുപാട് സിനിമകളിൽ ഒപ്പം പ്രവർത്തിച്ച, ആദ്യ സിനിമ മുതൽ അവസാന സിനിമ വരെ ഒപ്പം ഉണ്ടായിരുന്നവർ, അവസാന നിമിഷങ്ങളിൽ ഒപ്പം ഉണ്ടായിരുന്നവർ, ജയൻ എന്ന നടൻ വളരെ ചെറിയ നടനായിരുന്നപ്പോഴും നായക നടനായപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നവർ, ഒരുപാട് സിനിമകളൊപ്പം വെച്ച റീന ചേച്ചി, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. ഒരു 6 വർഷം എന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിന്റെ എത്രയോ ദീപ്തമായ ഓർമ്മകളാണ് ഓർമ്മയിലെന്നും ജയൻ എന്ന ഈ പരമ്പരയുടെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നുപോയത്. വന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. നമുക്ക് ആൽബം സൈൻ ചെയ്യാം. മറവിയുടെ കാണാക്കായങ്ങളിലേക്ക് പോകും മുമ്പ് അവിടെ നിന്നും നാം പെറുക്കിയെടുക്കുന്ന ഓർമ്മകളായിരുന്നില്ല ഈ ഒരു പരമ്പരയിലുടനീളം. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി 4 ദശകങ്ങൾക്കിപ്പുറവും ജ്വലിക്കുന്ന ഓർമ്മകളായിരുന്നു ജയൻ എന്ന അതുല്യ നടനെക്കുറിച്ച് ഇവിടെ വന്ന ഓരോരുത്തരും പങ്കുവച്ചത്. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഇന്നും പൗരുഷത്തിന്റെ പ്രതീകമായി 6 വർഷം എന്ന ഹ്രസ്വമായ ഒരു കാലഘട്ടം കൊണ്ട് മലയാള സിനിമയുടെ ഏറ്റവും പൗരുഷമുള്ള നടനായി മാറിയ ജയൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളിലൂടെയുള്ള യാത്ര ഇവിടെ താൽക്കാലികമായി പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാളുടെ ഓർമ്മകളിലൂടെയുള്ള യാത്രയിലേക്ക്